ഒരു ഭംഗിയുള്ള ഗാർഡൻ ഉണ്ടാവണമെങ്കിൽ അതിന് ഡെയിലി കെയറും നല്ല മെയിൻ്റനൻസും അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഗാർഡൻ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നുണ്ടായിരുന്ന പഴയ ചെടികളും ചട്ടികളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അവിടെ കുറേ പടർന്ന് കിടക്കുന്ന ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി അവിടെ ഫുള്ള് അടിച്ച് ക്ലീൻ ചെയ്തു. അതിനുശേഷം അവിടെ ഒരു മണി പ്ലാന്റ് ആ അടയ്ക്കാമരത്തിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുഴിക്കുന്നത്. അപ്പോൾ ആ മണി പ്ലാന്റ് ഒരു കമ്പിയുടെ സപ്പോർട്ട് കൊടുത്തിട്ട് അതിലേക്ക് കയറ്റി വിടാനുള്ള ഒരു പ്ലാനാണ്. ഈ ബ്ലാക്ക് ഷീറ്റ് വിരിച്ചിരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ കുറേ പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ടായിരുന്ന കുറച്ച് കട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വഴി പോലെ ആക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അതിനുശേഷം വീട്ടിൽ തന്നെ മുമ്പ് പഴയ ഫിഷ് ടാങ്കായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടായിരുന്നു. ആ ഫ്രിഡ്ജ് ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വെച്ചു. കുറേ നാളുകളായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഫിഷ് ടാങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളക്കേഷ്യയുടെ ബ്ലാക്ക് കോറൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. ഒരു ചേമ്പിൻ്റെ വെറൈറ്റിയിൽ വരുന്ന ഒരു ചെടിയാണ്. പിന്നെ കുറച്ച് ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒരു കുഞ്ഞ് ടാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അച്ഛൻ അവിടെ നിന്ന് ചെടി നനയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു വന്നു. അപ്പം ഞാൻ ആ ടാങ്ക് അത്യാവശ്യം നന്നായി ക്ലീൻ ചെയ്തു. അപ്പോൾ ക്ലീൻ ചെയ്ത് മുഴുവൻ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കണ്ടു. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടിയിലായിട്ട് ഒരു ക്രാക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങി സീൽ ചെയ്യാതെ നമുക്കത് ഫിഷ് ടാങ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഫിഷ് ടാങ്ക് സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ.